ആ ഞാൻ അങ്ങനെയാ, പലർക്കിട്ട് പണി കൊടുക്കും. പല പ്രാവശ്യം പണി കൊടുക്കുമ്പോ ഒരു പ്രാവശ്യം തിരിച്ച് കിട്ടുകയും ചെയ്യും. നീ നിന്റെ കാര്യം നോക്കണേ. എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല. എന്തൊരു ജന്മാ നിങ്ങളുടേത്. അതെങ്ങനെ ജനിപ്പിച്ച അമ്മ ചൊവ്വായല്ലേ മകനും ചൊവ്വാവൂ? ആ അമ്മയാ നിങ്ങൾ എങ്ങനെ വഷളാക്കുന്നത്. എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഒന്നുകളെ നിന്നെ ഞാൻ. ഒരു ദേവിയാ എന്റെ അമ്മ. അല്ല നിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? കെട്ടിയെടുത്തേനെ കാര്യമുണ്ട്. എന്ത് കാര്യം? അതാ ചോദിച്ച. നിങ്ങളൊരു പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നത് കേട്ടു. പുതിയ കല്യാണോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ, ഞാൻ നിങ്ങളെ സ്വയംവരം ചെയ്തതാണോ? ഒരു വരവും വന്നിട്ടില്ല. ഞാൻ നിന്റെ വരനും അല്ല. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്നുള്ള എന്റെ ഏക തെളിവ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്. ഇടി ഏത് പോലീസാനും ഒരു പോഴത്തരൊക്കെ പറ്റും. അങ്ങനെ എനിക്ക് പറ്റിയൊരു പോഴത്തര ഈ കുഞ്ഞ്. പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഇതിനെ വല്ല കാലിച്ചന്തലും കൊണ്ടുപോയി ലേലം ചെയ്ത് വിൽക്കടി. ഈ നാട്ടിൽ എത്രയോ റെയിൽ പാളങ്ങളുണ്ട്. ഈ മാരണത്തിനെ കൊണ്ട് ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി നിനക്കൊന്ന് ചത്തൂടി. നീ എന്ത് ധൈര്യത്തിലടി ഇതിനകത്തേക്ക് കയറി വന്നേ? ഈ അംബികാവർമ്മയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ കൈകൊണ്ട് ഞെരിച്ചേ ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയൂ? ഒരീച്ചയെ അടിച്ച് കൊല്ലുന്ന എളുപ്പത്തില് നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയും. നിന്നെ കൊന്നതിന് ഒരു തെളിവും എനിക്കെതിരെ ഉണ്ടാവാൻ പോകുന്നില്ല. അതറിയോ നിനക്ക്? ഇവിടേക്ക് കേറി വരാൻ നിനക്ക് എന്താടി ന്യായം? എന്നെ കല്യാണം കഴിച്ചവൻ താമസിക്കുന്ന വീടായത്. കല്യാണം കഴിച്ചവൻ താമസിക്കുന്ന വീടോ? അതെ, എന്നെ താലി കെട്ടിയവന്റെ വീട്. ഈ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്. ഈ കുഞ്ഞ് എന്റെ മകന്റേതാണെന്ന് എന്താടി ഉറപ്പ്? ദേ സ്ത്രീയെ, ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ദേ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇപ്പോ ഈ നിമിഷം. ജായ്ക്ക് രാമാനം സ്ഥലം വിട്ടോ. ആരെയും കാണാനോ അനുവാദം ചോദിക്കാനോ ഒന്നിനും നിക്കണ്ട. എനിക്കിപ്പോ വേണ്ടമ്മേ. ഇപ്പോഴാ ഇത് വേണ്ടത്. അവള് തന്ന മയക്കുമരുന്നിന്റെയൊക്കെ ക്ഷീണം മാറണമെങ്കിൽ മോളിത് കുടിക്കണം. മോളെ അമ്മയെ വിഷമിപ്പിക്കാതെ കുടിക്കും മോളെ. എന്തിനാ മോളിങ്ങനെ വിഷമിക്കുന്നേ? അമ്മയോട് പറ, എല്ലാം തുറന്നു പറയേ. ഹരീഷിനെ ഓർത്താണമ്മേ എനിക്ക് ഈ സങ്കടം. സത്യം പറഞ്ഞ ഹരീഷ് ഒരു പാവ. എനിക്ക് ഹരീഷിനെ മറക്കാൻ കഴിയില്ല. മോൾ അതിനെന്തിനാ വിഷമിക്കുന്നേ? ഹരീഷിനെ മറക്കണമെന്ന് മോളോട് ആരെങ്കിലും പറഞ്ഞു? അവനെ എന്റെ മോൾക്ക് മറക്കാൻ കഴിയില്ല. അവനും മോളെ മറക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാ, രുക്മിണി ഒരാളുടെ പക മാത്ര. അവരുടെ പകയും വൈരാഗ്യവാ ഇതിവിടെ വരെ കൊണ്ടെത്തിച്ചത്. അവന് നിന്നോട് സ്നേഹവും ഇല്ലാത്തോണ്ടല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവന്റെ അമ്മയല്ലേ രുക്മിണി. അവരുടെ മകനെന്ന നിലയിൽ അവനനുസരിച്ചല്ലേ പറ്റൂ. നോക്ക്, എന്റെ മോളെ അവന് ജീവനാ. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. മോളെ, അവൻ നിന്നെ അന്വേഷിച്ചു വരും. അവന് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അമ്മ സത്യമാ പറയുന്നേ. വെറുതെ കാട് കയറി ചിന്തിച്ച് അസുഖമൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ മോനെ, നീ ഇപ്പൊ എന്താടാ കഴിച്ചേ? ഞാനിപ്പോ എന്താണോ അത് തന്നെയാ കഴിച്ചേ. അതിന്റെ കൂടെ പയറും പപ്പടും കൂടെ ഉണ്ടായിരുന്നു. കഞ്ഞിയോ? സെൻട്രൽ ജയിലിൽ ഇതിലും ഭേദം അമ്മേ.
അവളുടെ ഒരു കഞ്ഞിയും പണിഷ്മെന്റും. എടാ, നിനക്ക് ചിക്കനോ ചപ്പാത്തിയോ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത് തരാം. എന്ത് വേണം? എടാ, പൊറോട്ട മതിയോ? പിന്നെ ഞാനൊന്ന് മോഹിപ്പിച്ച് നോക്കിയതാ. അവന്റെ ഒരു ചിക്കനും പൊറോട്ടയും. നിനക്കൊരു മണ്ണാങ്കട്ടേ ഇല്ല. നീ ചെയ്തതിനുള്ള ശിക്ഷയെ നീ അനുഭവിക്കണം. അവനെ കൊണ്ടിത് ചെയ്യിപ്പിച്ചവർക്കുള്ള ശിക്ഷ ചെയ്യിപ്പിച്ചവരും അനുഭവിക്കണം. നീ ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നു. ഞാൻ ഒളിച്ചു നിൽക്കൊന്നല്ല, പാമ്പിന് പാല് കൊടുക്കാൻ വന്നതാ. പാമ്പോ? എവിടെ? നിങ്ങളുടെ മകൻ. ഇവന് കഞ്ഞി കൊടുക്കാൻ വന്നതാ. പിന്നെ ഇവിടെ നിന്നത് കഴിച്ച പാത്രം എടുത്തോണ്ട് പോകാനാ. ഇവനെന്നെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയൊന്നും ഞാനിവന് കൊടുത്തിട്ടില്ല. അതിങ്ങനെ കിടക്ക. നീ ഇവനെ എന്ത് ചെയ്യുന്നാടി പറയുന്നേ? പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അതതില് റെക്കോർഡായിട്ടുണ്ട്. അത് ഞാനവനെ വ്യാമോഹിപ്പിച്ചതല്ലേ. പ്രതാപൻ എന്തു പറയുന്നു അത് ഇവൻ അനുസരിക്കണം. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും.